വെൽക്കം ടു ഐവാസ് ഏപ്രിൻ. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് 5 മിനിറ്റ് റെസിപ്പിയുടെ 6th റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഡേറ്റ്സ് റോളാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമ്മളിവിടെ ഒരു കപ്പ് ഡേറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് സാധാ ഡേറ്റ്സ് ആട്ടോ, നമ്മൾ തൊട്ടടുത്തുനിന്ന് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന സാധാ ഡേറ്റ്സ് ആണ്. അത്ര റേറ്റ് ഒന്നും കൂടിയ ഡേറ്റ്സ് അല്ല, സാധാ നമുക്ക് കിട്ടുന്ന ഡേറ്റ്സ് ആണ്. നമുക്ക് വേണ്ടത് ബിസ്ക്കറ്റ് ആണ്. ഞാനൊരു 10 ബിസ്ക്കറ്റ് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പൊട്ടിച്ചിട്ടതാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മേരി ഗോൾഡ് ബിസ്ക്കറ്റാണ്. നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റാണ് നിങ്ങളുടെ വീട്ടിലുള്ളത് അത് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാം. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് ബട്ടറാണ്. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ വീട്ടിൽ ബട്ടർ ഇല്ലെങ്കിൽ നെയ്യോ ഗീ ഒക്കെ നിങ്ങൾക്ക് ഇതിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. നമുക്കിതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 1/2 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇന്ന് ബട്ടർ ഒന്ന് മെൽട്ടായി കിട്ടുമ്പോൾ നമുക്കിതിലോട്ട് ഡേറ്റ്സും കൂടി ഇട്ട് കൊടുത്ത് ബട്ടറിലൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബട്ടറിൽ കിടന്നിട്ട് നമ്മൾ ഡേറ്റ്സ് ഒന്ന് അലിഞ്ഞ് കിട്ടണം. അപ്പോൾ നമുക്കൊന്ന് മൂടി വെച്ചിട്ടാണ് നമുക്കൊന്ന് ഇത് മെൽട്ടാക്കി എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ്സ് പെട്ടെന്ന് അലിയാത്ത ഡേറ്റ്സ് ആണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതിനെ മൂടി വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഡേറ്റ്സ് പെട്ടെന്ന് തന്നെ മെൽട്ടായിട്ട് കിട്ടും. ഇപ്പോൾ നമ്മുടെ ഡേറ്റ്സ് നന്നായിട്ട് മെൽട്ടായിട്ട് അലിഞ്ഞ ബട്ടറൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് നമ്മുടെ എടുത്തു വെച്ചിട്ടുള്ള ബിസ്ക്കറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ബിസ്ക്കറ്റിനെയും ഡേറ്റ്സിനെയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് സിമ്മിൽ വെച്ച് കൊടുക്കാം. സിമ്മിൽ വെച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇപ്പം നമ്മുടെ ഡേറ്റ്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് 2 മിനിറ്റ് മാറ്റി വയ്ക്കാം. ചൂടാറി കിട്ടിയതിന് ശേഷമാണ് നമ്മളത് ഫോയിലിലേക്ക് മാറ്റുന്നത്. ഇപ്പം നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഫോയിലിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പം നമ്മൾ ഫോയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കൊന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം, ഒന്ന് ഷേപ്പായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്കിതിനെ ഫോയിലൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ റോൾ ചെയ്തെടുക്കുമ്പോൾ നമുക്കിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിതിനെ മൊത്തത്തിലൊന്ന് റോൾ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1-2 മണിക്കൂർ മൊത്തം ചൂടാറിയതിന് ശേഷം കേട്ടോ ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് 2 മണിക്കൂർ കേട്ടോ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അത് സെറ്റായി കിട്ടും. അപ്പോൾ നമുക്കിതിങ്ങനെ ഫോയിൽ പേപ്പറിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കാം പറ്റും. അപ്പം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 മണിക്കൂർ വെച്ചിട്ട് വരാം. അപ്പം നമ്മുടെ ഡേറ്റ്സ് റോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്